അല്ലേലും ചില വിഭവങ്ങൾ അങ്ങനെ തന്നെയാണല്ലേ. നമ്മൾ എത്ര റിപ്പീറ്റ് ചെയ്താലും ആ ഒരു വിഭവം അതേ രീതിയിൽ തന്നെ ഫോളോ ചെയ്ത് ചെയ്യുന്നത്. അങ്ങനെ ഒരു ബീഫാണ് കേട്ടോ ഇന്ന് ഞാൻ ഇവിടെ ചെയ്തെടുക്കുന്നത്. ഇത് വീട്ടിൽ എപ്പോഴും ഉണ്ടാക്കുന്ന ഒരു ബീഫ് റെസിപ്പിയാണ്. അപ്പൊ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. ഞാനിവിടെ ഒരു 1/4 കപ്പ് ഇഞ്ചി എടുത്തിട്ടുണ്ട്. അത് നമുക്ക് മിക്സിയിൽ ഇട്ടിട്ട് ആദ്യം ഒന്ന് ചതച്ചെടുക്കണേ. നമ്മൾ ആദ്യം ഇഞ്ചി ചതച്ചെടുക്കുന്നത് എന്തിനാന്ന് വെച്ചാല് ഇഞ്ചിയും ബാക്കിയുള്ള ചേരുവകളും ഒരുമിച്ച് ചതച്ചെടുക്കുന്ന സമയത്ത് ഇഞ്ചി ചിലപ്പം എല്ലാ ഭാഗവും ചതന്ന് കിട്ടിക്കൊള്ളണമെന്നില്ല. അതിന് വേണ്ടിയിട്ടാണ് ആദ്യം നമ്മൾ അതൊന്ന് ചതച്ചെടുക്കുക. ഇനി നമ്മൾ ഇതിലേക്ക് ഒരു 1/3 കപ്പ് വെളുത്തുള്ളിയും കൂടെ തന്നെ ഒരു 6 7 പച്ചമുളക് കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് ചതച്ചെടുക്കണേ. ഇതേ ഈ പരുവത്തിൽ മാത്രം ചതച്ചെടുത്താൽ മതി, ഒരിക്കലും പേസ്റ്റ് ആവരുത്. ഇത് നേരെ കുക്കറിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. പിന്നെ 1 കപ്പോളം ചെറിയുള്ളി ഇതുപോലെ കട്ട് ചെയ്തതിനു ശേഷം കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് നൈസായി കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. കൂടെ 2 തക്കാളി ചേർത്ത് കൊടുക്കാം, കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് ഉലുവ വേണം. 2 ടേബിൾ സ്പൂണോളം ഉലുവ വേണം കേട്ടോ. ഇത് മസ്റ്റാണ്, ഒഴിവാക്കരുതേ. ഇതിന്റെ കൂടെ ഒരു 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകത്തിന്റെ പൊടി, 4 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, ഒരു 3 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഉപ്പും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കാം. നല്ലപോലെ കഴുകി വാർന്ന് വെച്ച ബീഫാണ് കേട്ടോ നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് ഏകദേശം ഒരു 2 കിലോളം ഉണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാം, മുളക് പൊടി നിങ്ങൾക്ക് കൂടുതൽ ഉണ്ടെന്ന് തോന്നുകയാണെങ്കിൽ കുറക്കാം കേട്ടോ. ഇത് ഇവിടെ കുറച്ച് എരിവൊക്കെ വേണം, അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ചേർക്കുന്നത്. ഇതിലേക്ക് ഒരു 1/2 കപ്പ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഞാൻ മിക്സി കഴുകിയെടുത്ത വെള്ളമാണ് അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് നമ്മൾ ബീഫ് ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ച് കഴിയുന്ന സമയത്ത് ഇതുപോലെ വെള്ളം ഉണ്ടാവും. ഇനി നമുക്ക് ഈ വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ. വറ്റിച്ചെടുത്തിട്ട് നമുക്ക് ആവശ്യത്തിനുള്ളത് എടുത്തിട്ടാണ് നമ്മളിത് എപ്പോഴും ഫ്രൈ ചെയ്യാനായിട്ട് നോക്കല്. അപ്പം ഇത്രയും ഞാൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പം അതിന് വേണ്ടിയിട്ട് നോൺ സ്റ്റിക്കിൻ്റെ പാൻ എടുക്കാം. ഇതിലേക്ക് നമ്മൾ ആദ്യം കറിവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ കുറച്ച് പച്ചമുളകും ഇട്ടിട്ട് ഒന്നൊന്ന് ആദ്യം വാട്ടിയെടുക്കണം കേട്ടോ. ഇത് നമ്മൾ ലാസ്റ്റ് അതിലേക്ക് ചേർക്കുള്ളൂ. ഇതിൻ്റെ ആ പച്ച രുചി ഭയങ്കര ടേസ്റ്റാണ് ഇതിലേക്ക് ചേർക്കുന്ന സമയത്ത്. അപ്പോൾ പച്ചമുളകും ഇതുപോലെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്രയൊക്കെ ചേർത്ത് കൊടുക്കുക. ഇഷ്ടമുള്ള അത്രയെന്ന് പറഞ്ഞാൽ ഓരോരുത്തരുടെയും എരിവിനനുസരിച്ച് 3 4 ഒക്കെ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കുക കേട്ടോ. കറിവേപ്പിലയും പച്ചമുളകും മൂപ്പിച്ച് കോരിയതിന് ശേഷം അതേ എണ്ണയിലേക്ക് തന്നെയാണ് നമ്മൾ ബീഫ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഈ ബീഫ് നന്നായിട്ട് നമ്മളിതൊന്ന് വറുത്തെടുക്കണേ. അപ്പോൾ ഇത് നല്ലപോലെ കറുത്ത് വറുക്കണമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാം കേട്ടോ. അതല്ല ഞാനിപ്പോൾ ചെയ്യുന്ന പോലെ ഈ ഒരു ലെവലിൽ മതിയെങ്കിൽ അത്രയും ചെയ്യാം. നമ്മളിത് ഏതിൻ്റെ കൂടെ കൂട്ടുന്നു എന്നതിന് അനുസരിച്ചിട്ടാണ് കേട്ടോ നമ്മൾ ഈ വറക്കുന്ന രീതി. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് അവസാനം നമ്മൾ ആ നേരത്തെ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന പച്ചമുളകും കറിവേപ്പിലയും ഈ സമയത്താണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് അങ്ങ് കഴിച്ചാൽ മതി. നമുക്ക് പത്തിരി, പൊറോട്ട, അതുപോലെ ഇടിയപ്പം ഇതിൻ്റെയൊക്കെ കൂടെ കഴിക്കാൻ നല്ല ബെസ്റ്റാണ് കേട്ടോ. ചോറിൻ്റെ കൂടെയും ബെസ്റ്റ് തന്നെയാണ്. നെയ്ച്ചോറിൻ്റെ ഒക്കെ സൈഡ് ഡിഷായിട്ട് നമുക്കിത് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇതുവരെ നിങ്ങൾ ഉലുവയൊന്നും ചേർത്തിട്ട് ബീഫ് തയ്യാറാക്കിയിട്ടില്ലാത്തവരാണെങ്കിൽ ഇതൊന്ന് മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക വേണം കേട്ടോ. കാരണം ഒരു പ്രാവശ്യം നമ്മളിത് ചെയ്യുമ്പോഴാണ് ഇതിൻ്റെ ടേസ്റ്റ് എത്രത്തോളം ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ഇതേ റെസിപ്പി ഫോളോ ചെയ്ത് നിങ്ങൾ ചെയ്താൽ ഇതുപോലെ അടിപൊളിയായിട്ട് ബീഫ് നിങ്ങൾക്ക് കിട്ടും. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണ്ട. താങ്ക്സ് ഫോർ വാച്ചിങ്.